അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് മുട്ടൊന്നും ചേർക്കാത്തൊരു മുട്ട സുർക്ക റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ കറിയാണ് വെച്ചിട്ടുള്ളത്. ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിതൊരു 3 കയ്യിൽ അരിയാണ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഒരു കയ്യിൽ ചോറും കൂടെ ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ ഇവിടെ അരച്ച് വന്നിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യമാക്കിയിട്ടാണ് ഞാൻ ഈ അരി അരച്ചിട്ടുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം നമ്മുടെ അരി അരച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഓട്ടടേനേക്കാളും കുറച്ചും കൂടെ ലൂസിലുള്ള മാവായിരിക്കണം കേട്ടോ. നല്ല ദോശക്കുള്ള നീർദോശൻ്റെ അത്രയുള്ള ലൂസ് വേണ്ടേനു. ഇനി ഇത് നല്ല ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഓരോ കയ്യിലിങ്ങനെ പാർന്നു കൊടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. ഇതിങ്ങനെ എണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട സുർക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട സുർക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ടാക്കണേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും. ഇതിലേക്ക് നമ്മൾ ബീഫും മീൻ കറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരി, ബൈ.